എനിക്ക് തൊട്ടരികിലായി കാണുന്ന ഈ കാസർകോട്ടെ ഇരഞ്ഞിപ്പുഴയിൽ ഇന്ന് നഷ്ടപ്പെട്ടത് 3 വിദ്യാർത്ഥികളുടെ ജീവനാണ്. അവധിക്കാലം ആഘോഷമാക്കാനായി പുഴയിൽ ഇറങ്ങിയതായിരുന്നു അവർ. കുട്ടികൾക്ക് മുന്നറിയിപ്പുകളൊന്നും തന്നെ പുഴയെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മുൻധാരണകളൊന്നും തന്നെ പുഴയെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് സത്യം. നീന്തൽ അറിയാത്ത കുട്ടികൾ പോലും ഇത്രയും അപകടാവസ്ഥയിലുള്ള പുഴയുടെ അടിത്തട്ടിലേക്ക് പോകുന്ന സമയത്ത് രക്ഷിക്കാനെത്തിയ മാതാവിന് പോലും അവരെ രക്ഷിക്കാൻ സാധിച്ചില്ല. പിന്നീട് ഫയർഫോഴ്സ്, സ്കൂബ ടീമും അതുപോലെ തന്നെ നാട്ടുകാരടങ്ങിയ രക്ഷാപ്രവർത്തകരും ചേർന്നാണ് കുട്ടികളുടെ മൃതദേഹം പോലും കരക്കെത്തിച്ചത്. ഒരു കുട്ടീനെ നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു. ബാക്കി 2 കുട്ടികൾ വെള്ളത്തിനടിയിലാണെന്നുള്ള ഇതാണ് അറിയാൻ പറ്റിയത്. അപ്പം തന്നെ ഞങ്ങൾ സ്കൂബ ടീം പെട്ടെന്ന് തന്നെ ഡൈവ് ചെയ്തു. അടിത്തട്ട് വളരെ ദുർഘടം പിടിച്ചായിരുന്നു. പാറക്കെട്ടുകളും അതേപോലെ ചപ്പു ചവറുകളൊക്കെ നിറഞ്ഞ് വിഷം തീരെ കുറവായിരുന്നു. ആദ്യത്തെ ഒരു കുട്ടീനെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റി. രണ്ടാമത്തെ ഒരു കുട്ടീനെ ഒരല്പം ഡിലേ വന്നിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഏകദേശം 30 വർഷങ്ങൾക്ക് മുൻപാണ് ഇരഞ്ഞിപ്പുഴയിൽ സമാനമായ രീതിയിൽ 5ഓളം ആളുകൾക്ക്, അത് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും അധ്യാപകനുമാണ് അന്ന് തോണി മറിഞ്ഞ അപകടത്തിൽപ്പെട്ടത്. പിന്നീട് അത്തരത്തിലുള്ള വലിയൊരു അപകടങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഇത്. അമ്മ നനക്കാൻ വന്നത്, കുട്ടികൾ കുളിക്കാൻ വന്നത്. ഒരു കുട്ടി അങ്ങനെ അപകടത്തിൽ വന്നു. അപ്പം മറ്റു കുട്ടികളങ്ങനെ പിന്നെ രക്ഷിക്കാൻ പോയി എന്നാണ് പറയുന്നത്. മൂത്ത കുട്ടി ഇറങ്ങി പുഴയിൽ കുളിക്കുന്നുണ്ടായിരുന്നു. അതാണ് അവിടെ ആദ്യം സംഭവിച്ചത്. അപ്പോൾ അവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ കുട്ടികൾ ഇറങ്ങുന്നുള്ളത്. ഭൂമിശാസ്ത്രപരമായി തന്നെ ഒട്ടേറെ പാറക്കെട്ടുകൾ കാണാം, അതുപോലെ തന്നെ തുരുത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ വലിയ കയങ്ങളും അതുപോലെ തന്നെ വലിയ ചുഴികളുമുള്ള ഒരു പ്രദേശമാണ്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള ഒട്ടേറെ ജലാശയങ്ങളുണ്ട്. അവിടെ മുൻകരുതലുകളൊന്നുമില്ലാത്ത, മുൻപരിചയമില്ലാത്ത ആളുകൾ ദയവ് ചെയ്ത് പോകരുത് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളുടെ കുടുംബത്തിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള സമ്പൂർണ്ണ മുൻകരുതലുകൾ എല്ലാ മലയാളികളും എടുക്കണമെന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം കാസർഗോഡ് നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.